നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ പഠന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടാണ്. അതായത് സാധാരണ പറയുന്ന പോലെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളെ കുറിച്ചല്ല, എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ പഠിക്കാൻ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കണേ എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന പല കുട്ടികൾ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അഡ്വൈസേഴ്സ് ചോദിക്കുന്ന പല ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും കുട്ടികളുടെ പാരൻസ് ആണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്: അവർക്ക് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി കൃത്യമായിട്ട് എഴുതാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? വളരെ ചെറിയ കുട്ടികൾ അത് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. പക്ഷെ 9ലും 10ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്ന് വന്നാൽ നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ തന്നെയാണ്. നമ്മുടെ സ്കൂളിന് വലിയ സിലബസ് കൊടുക്കുന്നുണ്ട്, ടീച്ചേഴ്സിന് ഒരുപാട് എക്സ്ട്രാ വർക്ക്സ് കൊടുക്കുന്നുണ്ട്. കുട്ടികളെ ശ്രദ്ധിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട് കുട്ടികളുടെ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വിധം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്, അതായത് റിപ്പോർട്ടുകളും അതും ഇത് കുറെ കാര്യങ്ങൾ പറയാറുണ്ട് ടീച്ചേഴ്സ്. എന്തിനാണ് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളുടെ ഇവിടെ ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് ഇപ്പോഴും തീരെ മനസ്സിലാവുന്നില്ല. നമ്മൾ എന്തിനാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത്? അവർക്ക് നാളെ നമ്മുടെ നല്ലൊരു പൗരന്മാരാവാനും ഭാവി ജീവിതം സുരക്ഷിതമാവാനും കൂടിയാണ്, അല്ലാതെ സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ച് നടക്കാനല്ല. അപ്പോ അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പൊ എല്ലാവരും 10ാം ക്ലാസ്സിൽ കിടന്ന് ഓടുകയാണ് സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതിക്കാൻ, അതായത് ലേണിംഗ് പ്രോബ്ലം ഉണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കാൻ. അതിൽ എത്ര പേർക്ക് ശരിയായ രീതിയിൽ അന്വേഷിച്ചിട്ടാണ് ലേണിംഗ് പ്രോബ്ലം ഉള്ളതെന്ന് അറിയുന്നുണ്ടോന്ന് അറിയില്ല. സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ കുട്ടി ജയിക്കും, ഇത്രയേ ഉള്ളൂ അവർക്ക്. അല്ലെങ്കിൽ സ്ക്രൈബിനെ വെച്ച് എഴുതിയാൽ കുട്ടി ജയിക്കും. ഇന്ന് ഒരുപാട് ക്ലാസ്സുകൾ ടീച്ചേഴ്സിനാണെങ്കിലും എല്ലാവർക്കാണെങ്കിലും പൊതു ആയിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും കൊടുക്കുകയും എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഈ കുട്ടികൾക്ക് പഠന പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലർക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ട് സാധാരണ കുട്ടികൾക്ക് 1 മണിക്കൂർ എടുക്കുന്നത് ഇവർക്ക് ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കുന്നതാണ്. പിന്നെ എന്തിനാണ് നമ്മൾ സ്ക്രൈബിനെ വെച്ച് എഴുതിക്കുന്നത് എനിക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. അതൊരു സൗകര്യമായിട്ടാണ് പലരും കാണുന്നത്. സ്ക്രൈബിനെ വെച്ച് എഴുതിച്ചിട്ട് അങ്ങ് ജയിപ്പിക്കാം. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. നമുക്ക് നമ്മളുടെ വിദ്യാഭ്യാസ രീതിയിൽ നമ്മളുടെ കുട്ടികൾക്ക് മനസ്സിലാവണം എന്നുള്ള രീതിയിലാണെങ്കിൽ അവർക്ക് അത്തരം പ്രശ്നമുള്ള കുട്ടികൾക്ക് സാധാരണ കൊടുക്കുന്ന സിലബസിന്റെ അത്ര ചാപ്റ്റേഴ്സ് പഠിക്കാൻ കൊടുക്കാതിരിക്കുകയും എളുപ്പമായ രീതിയിൽ അവരെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പോലും ആ രീതിയിൽ കൊടുത്താൽ എന്താണ് കുഴപ്പം? അപ്പോൾ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്: കുട്ടികളുടെ ഉള്ളിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു കോംപ്ലക്സ് വരില്ലേ, അപ്പോൾ സ്ക്രൈബിനെ വെച്ച് എഴുതിച്ചാലും കോംപ്ലക്സ് വരില്ലേ? ഇതാണ് എൻ്റെ മനസ്സിലുള്ള ആശയക്കുഴപ്പം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, റീഡിങ്ങിന്റെ ആണെങ്കിലും റൈറ്റിങ്ങിന്റെ ആണെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന പ്രശ്നം തന്നെയാണ്. അപ്പൊ ഈ എഴുതാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാവാനോ സഹായത്തിന് വേണ്ടി വേറൊരു എക്സ്റ്റേണൽ സഹായം എടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കുട്ടികളെ ഉള്ള രീതിയിൽ പ്രാപ്തരാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഏരിയ എന്താ മനസ്സിലാക്കി, അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ എന്താന്ന് മനസ്സിലാക്കി അവരെ പരീക്ഷയ്ക്ക് ഇത്ര സമയം കൊടുത്ത് എഴുതിപ്പിച്ചാൽ, 2 മണിക്കൂറാണ് എക്സാം ടൈമെങ്കിൽ ഇവർക്ക് 4 മണിക്കൂർ കൊടുക്കണം. അത് സാധാരണ കുട്ടികളുടെ എക്സാം ടൈമിന് മുമ്പ് ഇവർക്ക് കൊടുക്കണം. അപ്പൊ ഇവർക്ക് തന്നെ എഴുതുകയും ഇവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരികയും ചെയ്യുന്നതാണ്. എനിക്ക് ഇതുവരെയുള്ള എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കുട്ടികളോട് സംസാരിച്ചപ്പോഴും അവരെ കൊണ്ട് എഴുതിപ്പിക്കുമ്പോഴും ഞാൻ ഇവിടെ തന്നെ ടെസ്റ്റ് പേപ്പർ ചെയ്യിപ്പിക്കുമ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്. അപ്പോൾ ഇനിയുള്ള കുട്ടികളുടെ ഭാവിയെങ്കിലും നന്നായി ചിന്തിച്ച് നല്ലൊരു പ്രൊപ്പോസൽസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അധ്യാപകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാ ട്രെയിനിങ്ങിനും എല്ലാവരുടെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ച് ഒരു ശ്രദ്ധയോടുകൂടി തന്നെ അടുത്ത സിലബസ് എങ്കിലും ഒരു റിവ്യൂ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ കുട്ടികളുടെ കുറേ സ്റ്റഡി പ്രോബ്ലം ഉണ്ട്. അതിലൊരു പ്രധാന സ്റ്റഡി പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആണ്. അതായത് ഈ കുട്ടികൾക്ക് മോട്ടിവേഷൻ പ്രത്യേകിച്ച് കിട്ടുന്നില്ല. ഇപ്പൊ ഇവിടെ വരുന്ന പല കുട്ടികളും എന്തെങ്കിലും നമ്മൾ ചെറുതായിട്ട് ചെയ്യുമ്പോഴേക്കും അവർക്കുള്ള സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ ഒരു ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ അത് ചെറിയ കുട്ടികളല്ല കേട്ടോ, വലിയ കുട്ടികൾ വരെ. അപ്പൊ ഇത്ര ചെറിയ കാര്യത്തിൽ അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ. ഹിന്ദിയിലാണെങ്കിൽ ഹിന്ദി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മലയാളം അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്, ഇംഗ്ലീഷും ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികൾക്കാണെങ്കിലോ ഇംഗ്ലീഷും ബുദ്ധിമുട്ടും ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടാണ്. ഭൂരിഭാഗം കുട്ടികൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവിടെ രണ്ടാമതൊന്ന് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പൊ ഈ ലാക്ക് ഓഫ്
മോട്ടിവേഷനിൽ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ അക്കാഡമിക് ചലഞ്ചസ് ആയിട്ട് വരുന്നുണ്ട്. അതായത് അവർക്ക് ക്ലാസ് റൂമിൽ ചെന്നിരുന്നാൽ എന്നെ കളിയാക്കുമോ എന്നുള്ള ഭയം കൊണ്ട് പോവാതിരിക്കുക, അതുപോലെ ക്ലാസ് ബങ്ക് ചെയ്ത് പുറത്തേക്ക് ചാടുക, പിന്നെ ഒബ്വിയസ്ലി ഇന്ന് മയക്കുമരുന്നിന്റെ ആധിക്യം കൂടി കൊണ്ടുവരുന്നുണ്ട്. അതിനുവേണ്ടി എത്രയൊക്കെ സംവിധാനങ്ങൾ ഏർപ്പാടായാലും കുട്ടികളുടെ അത്തരം ഡിമാൻഡുകളെ കട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മൾക്കിപ്പോൾ അതിൻ്റെ ഒരു അത് വിൽക്കുന്ന ആളുകളെ പിടിച്ചത് കൊണ്ടോ കുറച്ച് ദിവസം ജയിലിലിട്ടത് കൊണ്ടോ ഒരു ഗുണം കാണുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ മക്കളെ വളരെ ചെറുതു മുതൽ തന്നെ അവർക്കുള്ള എഡ്യൂക്കേഷൻ വാല്യൂസും പൊതുവെ സ്നേഹത്തിന്റെ വാല്യൂ എല്ലാം മനസ്സിലാക്കി നമ്മൾ അവരെ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് 101% ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരു മയക്കുമരുന്നിനും ഒരു മദ്യത്തിനും നമ്മുടെ കുട്ടികളെ അടിമകളാക്കാൻ പറ്റില്ല. അപ്പൊ ഈ കുട്ടികൾക്ക് ലാക്ക് ഓഫ് മോട്ടിവേഷൻ വരുമ്പോൾ പഠനത്തിൽ മാത്രമല്ല അവരുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഈ പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട്. ഇത് പ്രത്യേകം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾ ക്ലാസ്സിൽ എന്തുകൊണ്ട് വരുന്നില്ല, നമ്മുടെ കുട്ടികൾ സ്ഥിരമായി ക്ലാസ്സിൽ പോകുന്നുണ്ടോ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കണം. എന്താണ് എൻ്റെ കുട്ടിയുടെ പ്രശ്നം, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുട്ടി മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ റൂമിൽ അടച്ചിട്ടിരിക്കുന്നുണ്ടോ, പരീക്ഷയുടെ സമയത്ത് ഇപ്പൊ ഇവിടെ വരുന്ന പല കുട്ടികളെ ഞാൻ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഞാൻ പല കുട്ടികളോട് സംസാരിക്കാറുണ്ട്. അവര് പറയും 27-ാം തീയതി എന്നുള്ള പരീക്ഷ 24-ാം തീയതിക്ക് മാറ്റി. 24-ാം തീയതി മാറ്റിയിട്ട് നമുക്ക് വേഗം പഠിക്കുക എന്ന് പറയുമ്പോൾ അവർ പറയണത് 24-ാം തീയതി വരെ സമയമുണ്ടല്ലോ. അതായത് അവരത് നീട്ടി വെക്കാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കുട്ടികളുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ ആയത്? അതില് ഒരു പ്രധാന കാരണം എങ്ങനെയായാലും ഞങ്ങളെ ജയിപ്പിക്കും എന്നുള്ള അവരുടെ ഒരൊറ്റ ചിന്തയാണ്. അതിന് പകരം അവരുടെ ടെൻഷൻ കുറയ്ക്കുന്ന ഒരു സിലബസ് രീതിയും അവർക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു പഠന രീതിയും മനസ്സിലാക്കി കുട്ടികളെ മനസ്സിലാക്കുന്ന, കുട്ടികൾക്ക് ഫ്രണ്ട്ലി ആവുന്ന രീതിയിലുള്ള ഒരു പഠന രീതിയാണ് ഉണ്ടാക്കേണ്ടത്. അധ്യാപകരോ സ്കൂളോ എന്നുള്ളതിലുപരി കുട്ടികൾക്ക് മനസ്സിലാകുന്ന സിലബസ് ആണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.